ഭാരതീയ ജനതാ പാർട്ടി ദേശീയ വക്താവും രാജ്യസഭാ എംപിയുമായ സുധാംശു ത്രിവേദി ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മമതാ ബാനർജിയുടെ സർക്കാർ നിഷ്കരുണതയുടെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണെന്ന് സമ്മേളനത്തിൽ ത്രിവേദി അഭിപ്രായപ്പെട്ടു. കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനു പകരം നീതിക്കുവേണ്ടി ശബ്ദമുയർത്തുന്നവരെയാണ് പശ്ചിമ ബംഗാൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇരയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിൽ മോദി സർക്കാർ ഒരു കല്ലും വിട്ടുകൊടുക്കില്ലെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന ഏത് നടപടികളിലും സജീവവും ക്രിയാത്മകവും വേഗത്തിലുള്ളതുമായ സഹകരണം നൽകുമെന്നും ത്രിവേദി പറഞ്ഞു. രാജ്യത്തെയാകെ ഞെട്ടിക്കുകയും രോഷാകുലരാക്കുകയും ചെയ്ത പശ്ചിമ ബംഗാളിലെ സംഭവം ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണെന്ന് ത്രിവേദി പറഞ്ഞു. ഈ ചോദ്യങ്ങൾ ഗവൺമെന്റിനെയും നമ്മുടെ ജനാധിപത്യത്തെയും നയിക്കുന്നവരുടെ മാനസികാവസ്ഥയെയും ധാർമ്മികതയെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു. ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ ഇല്ലാതാക്കാൻ 5 വ്യത്യസ്ത ശ്രമങ്ങൾ നടത്തിയ വഴികൾ എല്ലാവർക്കും അറിയാം. ആദ്യത്തെ പ്രശ്നം സംഭവം തന്നെയാണ്, തുടർന്ന് അതിന്റെ നിർവികാരമായ പ്രതിരോധവും, പിന്നെ നിർദ്ദയമായ തെളിവ് നശിപ്പിക്കലും, അക്രമികൾ അഴിച്ചുവിട്ട ഭീകരതയും, സാക്ഷികൾക്ക് നേരെയുള്ള ഭീഷണിയും. ഇന്ന് തൃണമൂൽ സർക്കാർ കുറ്റവാളികളെ ലജ്ജയില്ലാതെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ സഖ്യത്തിന്റെ പങ്കും തുറന്നുകാട്ടപ്പെട്ടിരിക്കുന്നു. TMC സർക്കാരിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ ആണെന്ന് BJP ദേശീയ വക്താവ് ത്രിവേദി പറഞ്ഞു. കോടതിയിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ രാജ്യസഭാംഗമാണ്. കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർട്ടികളെല്ലാം പരസ്പരം കുറ്റകൃത്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതിൽ സംശയമില്ല. എല്ലാ വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും പിന്തുണയുമായി കോടതിയിൽ നിലയുറപ്പിച്ച അതേ ആളുകൾ തന്നെയാണ് ഇന്ന് വീണ്ടും ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ കോടതിയിൽ നിൽക്കുന്നത്. ഇതിൽ മമതാ ബാനർജിക്കോ അഖിലേഷ് യാദവിനോ രാഹുൽ ഗാന്ധിക്കോ സോണിയാ ഗാന്ധിക്കോ പ്രതിരോധത്തിന് ഇടമില്ല. കപിൽ സിബൽ അവരുടെ അഭിഭാഷകനാണ്. ഇന്ന് അദ്ദേഹം ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്നു. ഇത് അവരുടെ ചിന്താഗതിയിലെ നിർവികാരത വ്യക്തമായി കാണിക്കുന്നു.